ശിവഭഗവാനെ അപമാനിച്ചാൽ ഹിന്ദു സമൂഹം അത് നോക്കി നിൽക്കുമെന്ന് കരുതിയവർക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു. ഹൈന്ദവ വിരുദ്ധർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നും വരുന്നത്. ഇത് കേവലം ഒരു പ്രതിഷേധമല്ല. മുൻപ് മതം മാറിപ്പോയ 500ഓളം പേരാണ് തങ്ങളുടെ പിതൃധർമ്മം അല്ലെങ്കിൽ പൈതൃകം അധിക്ഷേപിക്കപ്പെട്ടപ്പോൾ ഒറ്റയടിക്ക് സനാതന ധർമ്മത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ പുരാണ പ്രസിദ്ധമായ ശിവനാരായണിലാണ് ചരിത്രപരമായ ഈ കർവാപ്പസി നടന്നത്. ക്രിസ്ത്യൻ ഫോറം പ്രസിഡന്റായ പാസ്റ്റർ അരുൺ പന്നാലാൽ ഭഗവാൻ ശിവനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ ആക്ഷേപകരമായ പരാമർശങ്ങളാണ് വലിയൊരു ഹിന്ദു ഉണർവിലേക്ക് വഴിതെളിച്ചത്. തെണ്ടുവാധാമിലെ രാം മിലേങ്ക ആശ്രമത്തിൽ നടന്ന അതിഗംഭീരമായ ചടങ്ങിൽ തിരികെ എത്തിയ ഈ 500 പേരെ സ്വീകരിക്കുന്നതിനായി 1.25 ലക്ഷം പാർത്ഥിവ് ശിവലിംഗങ്ങളുടെ പൂജയും പ്രത്യേക പ്രാർത്ഥനകളും സംഘടിപ്പിച്ചു. സനാതന ധർമ്മത്തിലേക്ക് തിരിച്ചെത്തിയതിന്റെ ആവേശവും ഭക്തിയുമാണ് അവിടെ അലയടിച്ചത്. ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കുന്ന ഈ പ്രവണതയ്ക്കെതിരെ BJP വക്താവ് അമിത് ചിന്മണി നൽകിയ പരാതിയിലാണ് പാസ്റ്റർ പന്നാലാലിനെ റായ്പൂർ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. പേരിനെ അന്വർത്ഥമാക്കുന്ന പന്നാലാൽ അഴിക്കുള്ളിലായതിനു പിന്നാലെയാണ് ആ അധിക്ഷേപത്തിൽ പ്രതിഷേധിച്ച് ക്രിസ്തുമതം ഉപേക്ഷിച്ച് അവർ സനാതന ധർമ്മത്തിലേക്ക് തിരികെ എത്തിയത്. സനാതന ധർമ്മത്തെ അപമാനിച്ചും ഇല്ലാതാക്കിയും വളരാമെന്ന് കരുതുന്നവർക്ക് മുഖത്തേറ്റ ഒരു അടി തന്നെയാണത്. ഹിന്ദു സമൂഹം ഉണർന്നു കഴിഞ്ഞുവെന്നും പിതൃധർമ്മത്തിലേക്കുള്ള ഈ വലിയ പ്രവാഹം ഇനിയും തുടരുമെന്നുമുള്ള ശക്തമായ താക്കീതാണ് ഛത്തീസ്ഗഡിലെ ഈ ഖർവാപ്പസി നൽകുന്നത്. താൽക്കാലികമായി വഴിമാറിപ്പോയവരെല്ലാം സ്വന്തം വേരുകളിലേക്ക് തിരിച്ചെത്തുന്ന കാലം വിദൂരമല്ല. ന്യൂസ് ഡെസ്ക്.